ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് പ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നോക്കാം. നിഫ്റ്റിയിൽ 24,295 താഴേക്ക് വരികയാണെങ്കിലാണ് ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക. 24,295 താഴേക്ക് വരികയാണെങ്കിൽ അതുപോലെ പിന്നെ എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ ഡെയിലി ഐഡിയക്സിൽ ഏതെങ്കിലും ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ നോക്കാം. അതായത് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയകൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുകയായിരിക്കും നന്നാവുക. അതായത് മാർക്കറ്റ് ഓവറോൾ നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള ട്രേഡിന് കൺസിഡർ ചെയ്യായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ 24,978 നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ മാർക്കറ്റ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിക്കാണ് ഞാൻ നോക്കുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ലൈവിലുള്ളത്, അപ്പോൾ അത് വോയിസ് ഓവർ കൊടുത്തതാണ്. നമുക്ക് രണ്ട് ഏരിയാസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഏരിയാസ്. അതാണ് നിഫ്റ്റിയുടെ ലെവൽസ്. 24,295 താഴേക്ക് വരുമ്പോൾ അപ്പ് സൈഡ്, 24,978 മുകളിലേക്ക് പോകുമ്പോൾ ഡൗൺ സൈഡ്. ഈ രണ്ടിൻ്റെയും ക്യാപ്പിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഫസ്റ്റ് തന്നെ ട്രേഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നോർമലി എല്ലാ ദിവസങ്ങളും അധിക ദിവസങ്ങളും ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഓപ്പൺ ആവുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 52,850 താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നോക്കും. അതുപോലെ 53,945 മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കും ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആവുന്നത് എക്സാക്ട്ലി സെൻട്രൽ ഏരിയയിലാണ്. അപ്പം മോർണിംഗ് ടൈമിൽ നമുക്കൊരു എൻട്രി വരാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഹെവി ഒരു വോളട്ടൈൽ മാർക്കറ്റ് ആയിരുന്നു ലാസ്റ്റ് ഒരു ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിയറസ്റ്റ് ആയിട്ട് നമുക്കൊരു ഏരിയ മാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ അപ്പ് സൈഡ് പോകണം, അല്ലെങ്കിൽ ഡൗൺ സൈഡ് പോകണം. എന്നാലും നമുക്കൊരു നല്ലൊരു മൊമെൻ്റ് ഉള്ള ട്രേഡ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ വെറുതെ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ തന്നെ നോക്കാം. നമുക്ക് ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയി സമയം 9:15. മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ 53,500 താഴെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഒന്ന് മാർക്കറ്റ് എന്താണ് വെയിറ്റ് ചെയ്യാം. നമുക്ക് എൻട്രി ഒന്നും വന്നില്ല. ഇന്നത്തെ ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കാം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യായിരിക്കും നന്നാവുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയമാവുമെന്ന് എനിക്ക് തോന്നുന്നു ട്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം. 11:55 സമയമായി. നമ്മുടെ സ്ക്രോൺലി വീണ്ടും ചതിച്ചു കേട്ടോ. നമ്മൾ രണ്ട് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ട്രേഡ് ലോജിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ട്രേഡ് ടൈമൊക്കെ അങ്ങ് ഇവിടെ കാണാം. 11:06 ഫസ്റ്റത്തെ എൻട്രി എടുത്തത്. അതൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോഴുള്ള എൻട്രി ആയിരുന്നു. അതുപോലെ രണ്ടാമത്തെ എൻട്രി ഇത് ഇന്നിപ്പോൾ സ്ക്രോൺലിയിൽ എഗെയിൻ ആണെന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടി. പക്ഷേ അത് എഗെയിൻ സ്റ്റക്കാ മാത്രമല്ല, സിസ്റ്റം മൊത്തം ഷട്ട് ഡൗൺ ആയി. ഇപ്പം പിന്നെ എന്താ പറയുക, ഓഫായി പോയി. അപ്പോൾ ഞാൻ വീണ്ടും അത് റെക്കോർഡ് ചെയ്തതാണ്. മീൻസ് ഇതിന് ശേഷം ഒന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഇവിടെ ഫസ്റ്റ് എൻട്രി വന്നത് ഈ ഒരു ഏരിയ എന്നാണ് കേട്ടോ. 11:06 സമയത്ത് ഒരു എൻട്രി വന്നു. ഞാൻ ടാർഗറ്റ് വെച്ച് ഡേയിലോ ആയിരുന്നു. 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്ത സമയത്തുള്ള ഡൗൺ സൈഡ് എൻട്രി ആയിരുന്നു. സെക്കൻഡ് ട്രേഡും വന്നത് എഗെയിൻ ഒരു 5 മിനിറ്റ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ തന്നെയായിരുന്നു സെക്കൻഡ് ട്രേഡും വന്നത്. രണ്ട് ട്രേഡും നമുക്ക് എന്താണ് ഡൗൺ സൈഡിലേക്ക് തന്നെ ഞാൻ എടുത്തത്. രണ്ടും എസ് എൽ അടിച്ച രണ്ട് ട്രേഡും ഡൗൺ സൈഡിലേക്ക് തന്നെയായിരുന്നു. എഗെയിൻ ഇപ്പോഴും വീണ്ടും ഒരു ട്രേഡിന് ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ രണ്ട് ട്രേഡ് എസ് എൽ അടിച്ചതിനെ കൊണ്ട് പിന്നെ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പാലിക്കണമല്ലോ. ഇന്ന് തന്നെ എനിക്കത് പോസിറ്റീവ് ആക്കണം നിർബന്ധമില്ല. രണ്ടാമത്തെ ട്രേഡ് 11:30 ഞാൻ എടുത്ത് കേട്ടോ. 11:30 എടുത്ത്. അതൊരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി ആയിരുന്നു. അത് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി, പിന്നെ ഒരു എഗ്രസീവ് എൻട്രി തന്നെയായിരുന്നു. ആ എൻട്രി ഈ ഒരു 11:30 ഈ ഒരു ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് എടുത്തത്. 11:28 ക്യാൻഡിൽ ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയപ്പോൾ എക്സാക്ട്ലി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് കാണിച്ചിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ നമുക്ക് എസ് എല്ലിലേക്ക് മുകളിലേക്ക് പോയപ്പോൾ എസ് എൽ അടിച്ചതാണ്. നമ്മുടെ ടാർഗറ്റ് അത്യാവശ്യം 1:6-7 റേഞ്ചിലൊക്കെ വെച്ചിരുന്നു. ആ ട്രേഡിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ടാർഗറ്റ്. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വീണ്ടും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് എന്താ അതിൻ്റെ ലോജിക്ക് കൂടെ ഞാനൊന്ന് പറഞ്ഞു, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് വീഡിയോ. അത് നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടിലല്ല കേട്ടോ, ഫ്യൂച്ചറിലാണ്. ഇത് നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടാണ്. ഒരു ട്രെൻഡ് ലൈൻ പോലെയൊക്കെ ബ്രേക്ക് ഔട്ട് കാണിച്ചതാണ്. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചെറിയൊരു ട്രെൻഡ് ലൈനിൽ. ഇത് ഡേ ഹൈഡ് ഇത് നിഫ്റ്റിൻ്റെ ചാർട്ടാണ് അല്ലേ. നിഫ്റ്റിൻ്റെ ചാർട്ടിലില്ല, ഡേ ഹൈഡ് എടുത്തിട്ടില്ല. നിഫ്റ്റിൻ്റെ അല്ല ഫ്യൂച്ചർ ചാർട്ട്. നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഡേ ഹൈ ഉണ്ടല്ലോ, ഡെയിലി ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ്, ഡേ ഹൈ ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി അവിടെയുള്ള ലിക്വിഡിറ്റി എടുത്തതിനെ കൊണ്ട് തന്നെ നമുക്ക് അതും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. 5 മിനിറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും ഉണ്ട്. അത് രണ്ടും എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പം അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് നോക്കാം. രണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നമ്മുടെ ഈ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇവിടുന്ന് ഒരു ട്രേഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ്
53,500 താഴെയൊക്കെ വെക്കാൻ പറ്റും. നിഫ്റ്റിയിൽ അതുപോലെ നമ്മുടെ എൻട്രി ഇപ്പോൾ വരാനായിട്ടുണ്ട്, 1 മിനിറ്റിൽ എൻട്രി വരാനായിട്ടുണ്ട് നിഫ്റ്റിയിൽ. നിഫ്റ്റിൻ്റെ സ്പോട്ടിലല്ല, ഫ്യൂച്ചർ ചാർട്ടിൽ. പക്ഷേ ഇനി 3 SL എന്ന് പറയുമ്പോൾ നമുക്ക് 6,000 എബോവ് ലോസ് വരും. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. മാക്സിമം 2 ട്രേഡേ ഒരു 2 SL വന്നാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പ്ലാന്. അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റീസ്, ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പിന്നെയും കാണും. പക്ഷേ അങ്ങനെ എൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ എൻട്രി എടുക്കാനുള്ള സമയം 11:58. ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീൻ്റെ തൊട്ടടുത്തുണ്ട്. ഡെയിലി ലിക്വിഡിറ്റി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പ്രീമിയം ലെവൽസ് ഒന്ന് വെറുതെ നോക്കി വെക്കാം. 24,650 തന്നെ പുട്ട് ഓപ്ഷൻ നമുക്കൊന്ന് നോക്കി വെക്കാം. 339 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു എൻട്രിക്ക് ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് അവിടെ. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് എന്നാണ് എനിക്ക് തോന്നുന്നു. ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് കറക്റ്റാണ്. നമുക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കാം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചറിൽ. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അത് പലരും ഒന്ന് നോട്ട് ചെയ്യേണ്ട കാര്യം, ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. നമുക്ക് മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്പർ ഓഫ് ട്രേഡ്സ്, അല്ലെങ്കിൽ അന്ന് നമ്മൾ മാക്സിമം സഹിക്കുന്ന ഒരു ലോസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് മാർക്കറ്റിന് നമുക്ക് ആ ലോസ് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പിന്നെയും അവസരങ്ങളുണ്ടാവും. ഇന്ന് നമുക്ക് 4,000 ആയാൽ അത് റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഞാനിത് റിവെഞ്ച് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് താഴേക്ക് പിന്നെ എടുത്ത് അല്ലെങ്കിൽ 2-3 ട്രേഡ് എടുക്കുമ്പോൾ തോന്നുന്നു അടുത്തെടുക്കുമ്പോൾ ശരിയാവും, മറ്റെടുക്കുമ്പോൾ ശരി, അങ്ങനെ നമ്മുടെ ബയാസ്ഡ് ആയി പോകും. പിന്നെ നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ, ഡൗൺ സൈഡിലേക്ക് താഴേക്ക് ഒരു എൻട്രി വന്നിട്ടുണ്ട്. അങ്ങനെ ആ ബയാസ്ഡ് ആയിട്ട് വലിയ ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ ഇമോഷണലി ഭയങ്കര ഡാമേജ് ആയിരിക്കും. പിന്നെ അത് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എനിവേ, താങ്ക് യു, ബൈ.